എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ടെൻസ് ഇത്രയും കൺഫ്യൂസിങ് ആവാൻ കാരണം എന്ന് അറിയാമോ? ഇതിന് 3 റീസൺ ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, കടന്നുപോയ ഓരോ സെക്കൻഡ്സും പാസ്റ്റ് ടൈം ആണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം ഓരോ സെക്കൻഡ്സും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ സെക്കൻഡ്സും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം ഈ കഴിഞ്ഞു പോയ സെക്കൻഡിൽ നടന്നതൊക്കെ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ പോരെ, അതുപോലെ തന്നെ വരാൻ പോകുന്ന സെക്കൻഡ്സിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഫ്യൂച്ചർ ടെൻസിൽ പറഞ്ഞാൽ പോരെ എന്നും. ബട്ട് ഇൻ ഇംഗ്ലീഷ് ഈ കടന്നു പോകുന്ന ഓരോ സെക്കൻഡുകളെ പാസ്റ്റ് ടൈം ആയോ ഈ വരാനിരിക്കുന്ന ഓരോ സെക്കൻഡുകളെ ഫ്യൂച്ചർ ടൈം ആയോ നമ്മൾ കരുതുന്നില്ല. ഇൻ ഇംഗ്ലീഷ് ടൈം ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സെക്കൻഡ്സ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പീരീഡ് ഓഫ് ടൈം ഓർ ഡ്യൂറേഷൻ. ഒരു കാലയളവിലാണ് ടൈമിനെ എടുക്കുക. ഇവിടെയാണ് ടൈം ലൈനിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ലൈനിനെ ടൈം ലൈനായി എടുക്കാം, കാരണം ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ടൈമിനെയാണ്. ഞാൻ ഒരു വ്യക്തിയെ ടൈം ലൈനിന്റെ മിഡിൽ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആ മിഡിൽ ഭാഗം ബ്ലൂ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി റെപ്രസെന്റ് ചെയ്യുന്നത് ഈ നിമിഷത്തെയാണ്, ഈ മൊമെന്റിനെയാണ്, നൗ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആക്ഷനെ പറ്റി പറയേണ്ടി വരുന്നത് ആ നിമിഷത്തെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സമയത്തെ 3 പീരീഡ്സ് ആയി തരംതിരിക്കുന്നു: പാസ്റ്റ് ടൈം, പ്രസന്റ് ടൈം, ഫ്യൂച്ചർ ടൈം. ടൈം ആണ്, ടെൻസ് അല്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. പാസ്റ്റ് ടൈമിൽ വരുന്നതാണ് യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ. ഇവ പൂർത്തിയായ ടൈം പീരീഡ് ആണ്. ഇവിടെ നോക്കൂ, കഴിഞ്ഞ 24 മണിക്കൂർ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിന് മുൻപത്തെ ഒരു ടൈമും കൺസിഡർ ചെയ്യുന്നില്ല, അതിന് ശേഷവും. നെക്സ്റ്റ് പ്രസന്റ് ടൈം നോക്കാം. എക്സാമ്പിൾ ടുഡേ, ദിസ് വീക്ക്, ദിസ് മന്ത്, ദിസ് ഇയർ. ഇവ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൈം പീരീഡ് ആണ്. അവ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇവിടെ ഓൺ ഗോയിങ് ടൈം പീരീഡ് മാത്രമേ വരൂ. നെക്സ്റ്റ് ഫ്യൂച്ചർ ടൈം. എക്സാമ്പിൾ ടുമോറോ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ. ഇവ വരാനിരിക്കുന്ന ടൈം പീരീഡ് ആണ്. അവ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ടൈം ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സെക്കൻഡ്സ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ. ഇനി രണ്ടാമത്തെ റീസൺ നോക്കാം. വൺ ടൈം പീരീഡ് ക്യാൻ ആക്ട് ഡിഫറെൻ്റ്ലി. മീനിങ്, ഇപ്പോൾ ആഫ്റ്റർനൂൺ ആണെങ്കിൽ ആഫ്റ്റർനൂൺ എന്നത് ഓൺ ഗോയിങ് ടൈം പീരീഡ് ആണ്. ഉച്ച സമയമാണ്, കഴിഞ്ഞിട്ടില്ല, നോട്ട് ഫിനിഷ്ഡ് യെറ്റ്, സോ ഇറ്റ് ഈസ് പ്രസന്റ് പീരീഡ് ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ മോർണിംഗ് എന്നത് പാസ്റ്റ് പീരീഡ് ഓഫ് ടൈം ആണ്, അത് കഴിഞ്ഞുപോയി, ഇപ്പോൾ ഉച്ചയാണ്. അപ്പോൾ നൈറ്റ് എന്താണ്? ഫ്യൂച്ചർ ടൈം പീരീഡ് ആണ്, വരാൻ പോകുന്നതേ ഉള്ളൂ, നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. എന്നാൽ ടുഡേ എന്ന് പറഞ്ഞാൽ ഓൺ ഗോയിങ് പീരീഡ് ഓഫ് ടൈം ആണ്, ദാറ്റ് മീൻസ് പ്രസന്റ് പീരീഡ് ഓഫ് ടൈം. അതിൽ എല്ലാം ഉൾപ്പെട്ടു: മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ്. സോ ഇന്നത്തെ ദിവസത്തിൽ കഴിഞ്ഞു പോയ സമയവും വരുന്നുണ്ട്, അതേപോലെ വരാനിരിക്കുന്ന സമയവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിലും പ്രസന്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും പറയാം. എക്സാമ്പിൾ, ഐ ഫിനിഷ് മൈ ഹോംവർക്ക് ടുഡേ. ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. ഐ ആം വർക്കിംഗ് ടുഡേ, ഇതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ വിൽ വർക്ക് ടുഡേ, ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. സോ ഒരു സെയിം ടൈം പീരീഡ് നമുക്ക് ഡിഫറെൻറ്റ് ടെൻസസിൽ പറയാൻ പറ്റും. ടുഡേ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസിലും പറയുന്നുണ്ട്, പ്രസന്റ് ടെൻസിലും പറയുന്നുണ്ട്, ഫ്യൂച്ചർ ടെൻസിലും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വൺ ടൈം പീരീഡ് ക്യാൻ ആക്ട് ഡിഫറെൻ്റ്ലി. ഇതൊക്കെ ചെറിയ കാലയളവാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി വലിയ കാലയളവ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ചെറുപ്പമാണ്, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഓൺ ഗോയിങ് പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു പോയ കാലമാണ്. സോ ഇറ്റ് ഈസ് പാസ്റ്റ് ടൈം. നിങ്ങളുടെ വരാൻ പോകുന്ന ഓൾഡ് ഏജ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ടൈം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ എൻ്റയർ ലൈഫ് എന്താണ്? ഓൺ ഗോയിങ് ടൈം പീരീഡ് ആണ്. അതിലെല്ലാം വന്നു, ചൈൽഡ്ഹുഡ് വന്നു, യൂത്ത് വന്നു, ഓൾഡ് ഏജ് വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് ഓൺ ഗോയിങ് ടൈം പീരീഡായി എടുക്കാം. നമ്മൾ മരിച്ച ശേഷമാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്താവുക? പാസ്റ്റ് ടൈം ആവുക, അല്ലേ? ഇവിടെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ഓൺ അവർ വ്യൂ പോയിന്റ്. നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനാണ് പ്രാധാന്യം. തേർഡ് റീസൺ ആണ് ടൈം എന്നത് ടെൻസ് ആണെന്ന് വിചാരിക്കുന്നതാണ്. അതായത് പാസ്റ്റ് ടൈമിൽ നടന്നു കഴിഞ്ഞത് പാസ്റ്റ് ടെൻസിൽ മാത്രം പറയണമെന്നും, അതുപോലെ പ്രസന്റിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് ടെൻസും, ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഫ്യൂച്ചർ ടെൻസ് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ പാസ്റ്റിൽ നടന്ന ആക്ഷൻ
പാസ്റ്റ് ടെൻസിൽ തന്നെ പറയാം. അതുപോലെ തന്നെ പാസ്റ്റ് ടൈമിൽ നടന്ന കാര്യം പ്രസന്റിലും പറയാം. എപ്പോൾ മാത്രം? അതിന് ഇപ്പോഴും കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം. ഒരു എക്സാമ്പിൾ, ഐ ലോസ്റ്റ് മൈ കീ. അത് എപ്പോഴോ കാണാതായി. അത് നമുക്ക് പാസ്റ്റ് ടെൻസിൽ തന്നെ പറയാം. ഇതേ കാര്യത്തെ തന്നെ നമുക്ക് പ്രസന്റ് ടെൻസിലും പറയാം. കീ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇന്ന് എനിക്ക് കാറ് തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ വന്നു. ഇന്ന് എനിക്ക് കാറ് തുറക്കാൻ പറ്റുന്നില്ല. ഇത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. ഇവിടെ കണ്ടില്ലേ, ഒരേ കാര്യത്തെ നമ്മൾ പാസ്റ്റ് ടെൻസിലും പറഞ്ഞു, പ്രസന്റ് ടെൻസിലും പറഞ്ഞു. കഴിഞ്ഞ സമയത്ത് നടന്ന കാര്യം പാസ്റ്റ് ടെൻസിലും പറയാം, പ്രസന്റ് ടെൻസിലും പറയാം. ഇതേപോലെ തിരിച്ചും മറിച്ചും പറയാം. അതുകൊണ്ടാണ് പാസ്റ്റ് ടെൻസിലും പ്രസന്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും 4 ഫോം വീതം ഉള്ളത്. അങ്ങനെ ടോട്ടൽ 12 ഫോംസ് ഓഫ് ടെൻസ് ആണ് ഉള്ളത്. സോ ലെറ്റ്സ് കൺക്ലൂഡ്. ടൈം ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സെക്കൻഡ്സ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ പീരിയഡ്. നെക്സ്റ്റ്, ഒരു ടൈം തന്നെ ആക്ട് ഡിഫറെൻ്റ്ലി. എക്സാമ്പിൾ പറഞ്ഞു, ടുഡേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പാസ്റ്റ് ടെൻസിലും പറയാം, പ്രസന്റ് ടെൻസിലും പറയാം, ഫ്യൂച്ചർ ടെൻസിലും പറയാം. ബട്ട് അതൊരു ഓൺ ഗോയിങ് പീരീഡ് ഓഫ് ടൈം ആണ്. ടൈം എന്ന് പറഞ്ഞാൽ അതൊരു ടെൻസ് അല്ല. എക്സാമ്പിൾ, പാസ്റ്റ് ടൈമിൽ നടന്നത് നമുക്ക് പാസ്റ്റ് ടെൻസിലും പറയാം, പ്രസന്റ് ടെൻസിലും പറയാം. ഇംഗ്ലീഷ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഓഫ് ആക്ഷനെയാണ്, ടൈമിനെയല്ല ഫോക്കസ് ചെയ്യുന്നത്. ആക്ഷൻ കംപ്ലീറ്റഡ് ആണോ, ഫിനിഷ്ഡ് ആണോ, ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ, പ്ലാനഡ് ആണോ, അല്ലെങ്കിൽ ഇതൊരു ടെമ്പററി ആണോ, എങ്ങനെയാണ് ആക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിനാണ് പ്രാധാന്യം. നോട്ട് ജസ്റ്റ് വെൻ, എപ്പോൾ നടന്നു എന്നതിനല്ല ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ കൊണ്ടാണ് ഇംഗ്ലീഷ് ഇത്രയും ഡിഫിക്കൾട്ടായി തോന്നുന്നത്. ഇനി അങ്ങനെ ഡിഫിക്കൾട്ടായി തോന്നില്ല, കാരണം ഞാൻ എല്ലാ നല്ല ട്രിക്സ് ഉപയോഗിച്ചായിരിക്കും പറഞ്ഞു തരിക.